വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡുകളെ കുറിച്ചാണ്. സാധാരണയായിട്ട് നമ്മൾ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും യൂസ് ചെയ്യുന്നത് നമ്മളൊരു HTML ഫോമിൽ, അതായത് ഇതാണ് HTML ഫോം എന്ന് പറയുന്നത്. ഒരു HTML ഫോം എലമെന്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ നമുക്ക് PHP ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു HTML ഫോം ആണ്. അതിനകത്ത് നമ്മളൊരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്. അതിന്റെ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് യു നെയിം എന്നാണ്. അതുപോലെ തന്നെ ഒരു സബ്മിറ്റ് ബട്ടണും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ഒരു HTML ഫോം ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ, അതായത് ഈ ടെക്സ്റ്റ് ബോക്സിൽ ഞാൻ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ PHP എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്ഷൻ നടക്കേണ്ടത് ഏത് പേജിലാണ് എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ index.php എന്നും പറഞ്ഞു കൊടുത്തു. അതായത് നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആക്ഷൻ നടക്കേണ്ടത് ഈ പേജിൽ തന്നെയാണ്. നമ്മൾ index.php എന്നും പറഞ്ഞു കൊടുത്തു. നമ്മൾ സെപ്പറേറ്റ് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന്റെ പാത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കണം. ഓക്കെ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് മെത്തേഡ് ആണ്. മെത്തേഡ് നമുക്ക് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഗെറ്റ് മെത്തേഡ്, രണ്ട് പോസ്റ്റ് മെത്തേഡുമാണ്. ആദ്യം ഗെറ്റ് മെത്തേഡ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെത്തേഡ് എന്നുള്ളതിന്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ ഗെറ്റ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. ഇപ്പം index.php ഗെറ്റ് മെത്തേഡിലാണ് നമ്മുടെ ഫോം സബ്മിറ്റ് ആകാൻ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. ഞാനിവിടെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ, അതായത് ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ എങ്ങനെ PHP ആക്സസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, $നെയിം ഈക്വൽ ടു ഈ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ നമുക്ക് ഗെറ്റ് ചെയ്യാനായിട്ട്, നമുക്കത് എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് $_ഗെറ്റ്. അതായത് ഞാനിവിടെ മെത്തേഡ് ഗെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാനിവിടെ $_ഗെറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ, അതായത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ടായിരിക്കും. ഈ നെയിമിനകത്ത് ഞാൻ ഇവിടെ യു നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ യു നെയിം എന്നുള്ള സ്ഥാനത്ത് എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ വിളിക്കാനായിട്ട്. ഞാനിവിടെ യു നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ദെൻ സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുന്നു. $നെയിം ഈക്വൽ ടു $ഗെറ്റ് ഓഫ് യു നെയിം എന്ന് പറഞ്ഞ് സംഭവിക്കുന്നത്, ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബോക്സിന്റെ അകത്ത് ഈ യു നെയിം എന്ന് പേര് വരുന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് ഈ $നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വന്ന് സ്റ്റോർ ആകും. ദെൻ ഞാൻ അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എക്കോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തു. എക്കോ $നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഞാൻ ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ ജോൺ എന്നും പറഞ്ഞു കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ജോൺ എന്നും പറഞ്ഞ് നമുക്കത് പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിന് നമുക്കൊരു വേരിയബിളിലേക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. എക്കോ ഡബിൾ കോട്സിനകത്ത് മൈ നെയിം ഈസ് ജോൺ. മൈ നെയിം ഈസ് ജോൺ. ഞാൻ ജസ്റ്റ് ഒന്നോടെ പേര് എൻ്റർ ചെയ്യുന്നു. ദെൻ സബ്മിറ്റ് കൊടുക്കുന്നു. മൈ നെയിം ഈസ് ജോൺ. അതായത് ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ എനിക്ക് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിവിടെ ബിബിൻ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ മൈ നെയിം ഈസ് ബിബിൻ എന്ന് പറയും. ഇത് നമ്മൾ ഗെറ്റ് മെത്തേഡ് എങ്ങനെയാണ് ഫോമിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതെന്നാണ് നോക്കിയത്. ഇനി രണ്ടാമത്തത് പോസ്റ്റ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ പോസ്റ്റ് എന്നും പറഞ്ഞു കൊടുക്കുന്നു. സെയിം വേ ഈ പോസ്റ്റ് തന്നെ നമ്മൾ ഈ ഗെറ്റ് എന്നുള്ളിടത്തും കൊടുക്കുന്നു. ഇത്ര മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇവിടെ ഞാൻ ജോൺ എന്നും പറഞ്ഞു കൊടുക്കുന്നു. പോസ്റ്റ് മെത്തേഡിൽ നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് അവിടെ പ്രിന്റ് ആയിട്ടുണ്ട്, ബിബിൻ
മൈ നെയിം ഈസ് ബിബിൻ. ഓക്കെ, പേരൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വിഷ്ണു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മൈ നെയിം ഈസ് വിഷ്ണു എന്ന് പറഞ്ഞു വരും. അതായത് ഇപ്പൊ ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടും പോസ്റ്റ് മെത്തേഡ് വെച്ചിട്ടും ഡാറ്റ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതെന്താന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വീണ്ടും തിരിച്ച് മെത്തേഡ് ഗെറ്റിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും തിരിച്ച് ഗെറ്റിലേക്ക് തന്നെ പോകുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ അത് വീണ്ടും ഗെറ്റ് എന്നും പറഞ്ഞ് തന്നെ കൊടുക്കുന്നു. ഗെറ്റ് എന്നും പറഞ്ഞ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ഫീൽഡും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ്. ഞാൻ ഇവിടെ ഈ സെയിം ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് താഴത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ടൈപ്പ് എന്നുള്ളത് പാസ്വേഡ് കൊടുത്തു. ഇവിടെയും ഞാനത് PWD എന്നും പറഞ്ഞു കൊടുത്തു. ഇവിടെയും PWD എന്നും പറഞ്ഞു കൊടുത്തു. നമ്മളൊരു പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ ആ യൂസർ നെയിമിലെ വാല്യൂ എടുത്തത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ പാസ്വേഡിലെ വാല്യൂ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, $get ഓഫ് പാസ്വേഡ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ രണ്ട് ഫീൽഡ് കിട്ടും. യൂസർ നെയിമും കിട്ടി, പാസ്വേഡും കിട്ടി. ഈ എറർ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ യൂസർ നെയിമിനകത്ത് വിഷ്ണു എന്നും പറഞ്ഞു കൊടുത്തു. പാസ്വേഡിനകത്ത് 1 2 3 4 5 6 എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇപ്പൊ നമ്മൾ ഗെറ്റ് മെത്തേഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് മെത്തേഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഗെറ്റില് നമുക്ക് സെക്യൂർഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ URL നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യു നെയിം ഈക്വൽ ടു വിഷ്ണു, പാസ്വേഡ് ഈക്വൽ ടു 1 2 3 4 5 6. അതായത് നമ്മൾ ഗെറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ഫോമിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ അത് URL പാസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കാര്യം. ഇനി നോക്കാം, പോസ്റ്റ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതായത് URL വഴി ഡാറ്റ പാസ് ആകത്തില്ല. ഓക്കെ, ഞാൻ വീണ്ടും റീലോഡ് ചെയ്തു. ഞാൻ ജോൺ എന്നും പറഞ്ഞു കൊടുത്തു. 1 2 3 4 5 6 എന്നും പറഞ്ഞു കൊടുത്തു. ഞാൻ ഇവിടെയും ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മൈ നെയിം ഈസ് വിഷ്ണു 1 2 3 4 5 6 എന്ന് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ URL വഴി ഡാറ്റ പാസ് ആയിട്ടില്ല. സോ ഇതാണ് ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. താങ്ക്